ചിങ്ങമനത്ത് സീരിയൽ താരം മദ്യപിച്ചോടിച്ച് കാറിടിച്ച് ചികിത്സയിലായിരുന്ന നാട്ടക സ്വദേശി തങ്കരാജ് മരിച്ചു എന്ന വാർത്തയിലേക്ക് അഖിൽ കെ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അഖിൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി ചൈതന്യ, ഇന്ന് രാത്രിയാണ് ഇത്തരത്തിൽ ഈ മരണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു സീരിയൽ താരം ഓടിച്ച വാഹനം ഇടിച്ച് അയാൾ മദ്യപിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ ഓടിച്ച് ഒരു ആളുടെ മേലേക്ക് കയറി അയാൾ ഇപ്പോഴും മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ജീവിക്കാൻ വേണ്ടി ലോട്ടറി വിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അയാൾ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരാളല്ലേ, അതുപോലെ തന്നെ അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ. ആ മനുഷ്യനെ ഒന്ന് ഇടിച്ചിട്ടു എന്ന് കരുതിയിട്ട് നിങ്ങളൊക്കെ എന്താണ് എൻ്റെ സിദ്ധാർത്ഥിനെ ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരുത്തം വന്നിരുന്നല്ലോ. എന്തുവാ അവൻ്റെ പേര്? എന്താ, ജിഷിന. മറ്റേ ബിഗ് ബോസിലൊക്കെ വന്നിട്ട് കുറെ എന്തോ അങ്ങ് എടുത്ത് തലയിൽ വെച്ചിട്ട് ഞാനെന്ത് ഇപ്പം എടുത്ത് കമുത്തും എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ജിഷിൻ. അവനും അവൻ്റെ ഭാര്യയും വന്നു. അതുപോലെ തന്നെ അവനെ പോലെയുള്ള കുറച്ച് വേട്ടാവളിയന്മാരായ സീരിയൽ താരങ്ങളും വന്നിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് പ്രഭു അങ്ങനെയൊന്നും ചെയ്യില്ല. അവനൊരു പാപമാണ്, അവനൊരു പണക്കാരനാണ്, അവൻ വലിയ തറവാട്ടിൽ പറഞ്ഞവനാണ്, അവൻ സീരിയൽ താരമാണ് എന്നൊക്കെയാ ഇവരുടെയൊക്കെ ന്യായീകരണം. മനസ്സിലാക്കണം നിങ്ങൾ, ലോട്ടറി തൊഴിലാളിയുടെ ജീവന് പുല്ല് വില പോലും ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നവൻ കൽപ്പിച്ചിട്ടില്ല. പണത്തിന്റെ അഹങ്കാരത്തിന്റെ മുകളിലിരുന്നിട്ട് ഇവനൊക്കെ ചെയ്തു കൂട്ടിയത് ഒരു പാവത്തിന്റെ ജീവനാണ് പോയത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ വേട്ടാവളിയന്മാരും കുറെ, ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ പൂരിപ്പിച്ചോ. ഏതായാലും വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അത്രയും രോക്ഷമുണ്ട് ഇത് പറയുമ്പോഴേ. കോട്ടയം ചിങ്ങമനത്ത് സീരിയൽ താരം മദ്യപിച്ചോടിച്ച് കാറിടിച്ച് ചികിത്സയിലായിരുന്ന നാട്ടക സ്വദേശി തങ്കരാജ് മരിച്ചു എന്ന വാർത്തയിലേക്ക് അഖിൽ കെ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അഖിൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി ചൈതന്യ, ഇന്ന് രാത്രിയാണ് ഇത്തരത്തിൽ ഈ മരണം സ്ഥിരീകരിക്കുന്നത്. അപകടം സംഭവിച്ച 8ാം ദിവസമാണ് ഇത്തരത്തിൽ തങ്കരാജിന്റെ മരണം ഉണ്ടായിരിക്കുന്ന. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെങ്കിലും നാട്ടകത്ത് കുറെ നാളെ താമസിച്ചു വരികയാണ്. ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു. ഇയാൾ നടക്കുന്നുണ്ടെങ്കിലാണ് മദ്യലഹരിയിലായിരുന്നു സിദ്ധാർത്ഥ്. ഈ വാഹനം ഓടിച്ച് ഇദ്ദേഹത്തെ ഇടിച്ചു തീർക്കുകയായിരുന്നു. തലയ്ക്കായിരുന്നു ഒന്ന് പരിക്കേറ്റിരുന്നത്. ഈ 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഈ പരിക്ക് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. മരണത്തിന് പിന്നാലെ എന്തായാലും സിദ്ധാർത്ഥിനെതിരെ ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്താനുള്ള നീക്കവുമായി എന്തായാലും പോലീസ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഏതായാലും അവനെ കുറെ നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാത്ത സ്ഥിതിയിൽ അവനെ പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെ പോലെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലിറങ്ങി നടക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇനിയും ജീവിക്കേണ്ടതാണ്. ഇവനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കാനും അതുപോലെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിന്റെ ശാപം എന്ന് എനിക്ക് പറയാനുള്ളൂ. മദ്യപിച്ച് ലെക്ക് കെട്ടിട്ടാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അതിൻ്റെ അകത്ത് വരുന്ന കമന്റുകൾ എന്താണെന്ന് അറിയാം. ഇത് സർക്കാർ കൊടുക്കുന്ന സാധനമല്ലേ, അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടല്ലേ കുടിക്കുന്നത്? പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? അതുമാത്രവുമല്ല, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് ആരാണ് അധികാരം കൊടുത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മനഃപൂർവ്വമായ നരഹത്യയല്ല. ശരിക്ക് ഇതെന്ന് പറഞ്ഞാൽ ബോധപൂർവം ചെയ്തത് തന്നെയാണ്. അവൻ മദ്യത്തിന്റെ ഇതിന് ചെയ്തത് തന്നെയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ചെയ്തത് തന്നെയാണ്. ഏതായാലും ഇവനെ ന്യായീകരിക്കാൻ വന്ന ജിഷിൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവനും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കാരണം അവനൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവന്റെ ആരുമല്ല ചത്തിരിക്കുന്നത്, അവന്റെ ആരുമല്ല, അവന്റെ ബന്ധുക്കളോ അല്ല, ഒന്നുമല്ല. അവന് വേണ്ടതെന്ന് പറഞ്ഞാൽ തന്റെ സഹപ്രവർത്തകനെ മാത്രമാണ്. അവനൊരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. ബാക്കിയുള്ളവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിമികീടങ്ങളാണ്. ഈ ജിഷിൻ മോഹൻ എന്ന് പറയുന്ന അഹങ്കാരിയുടെ മനസ്സിലെ ബാക്കിയുള്ളവരൊക്കെ വളരെ മോശമായ ആൾക്കാരും അവനും അവന്റെ കൂട്ടുകാരനും മാത്രമാണ് വളരെ നല്ല ആൾക്കാർ. അപ്പൊ ഏതായാലും അവൻ പറയുന്നൊന്ന് കേട്ടിട്ട് വരാം നമുക്ക്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ. നാട്ടുകാർ ചെയ്തത് വളരെ മോശം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ വണ്ടി തട്ടിയിട്ട് നാട്ടുകാർ ചോദിക്കാൻ പോയപ്പോഴേ അവന്റെ മറ്റേടുത്തെ തത്വങ്ങൾ പറയുകയാണ്. അതായത് അവന് ബോധമില്ല, കഥയില്ല. അവൻ പറയുന്നത് വേറെ എന്തൊക്കെയോ, ഇനിയും ഞാൻ തട്ടും, ഇനി നിങ്ങളെ പേരുടേക്കും ഞാൻ കയറും എന്നൊക്കെയാണ് നാട്ടുകാരോടങ്ങ് തട്ടി കയറിയത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നാട്ടുകാർ വിടുവോ? അതുമാത്രവുമല്ല, നമ്മുടെ ബന്ധുക്കൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നമ്മൾ വെറുതെ വിടുവോ? അത് തന്നെയല്ലേ നാട്ടുകാരും ചെയ്തത്. അവിടെയുള്ള കുറച്ച് ആൾക്കാർ, അവർക്ക് വേണ്ടപ്പെട്ട ആളാണ് ഈ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ.
അയാൾക്ക് അങ്ങനെ കണ്ടപ്പോൾ അവർക്കാർക്കും സഹിച്ചില്ല. അവർ പോയിട്ട് ഇവനോട് ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ ബോധമില്ലാത്ത അവസ്ഥയിൽ അതുമാത്രവുമല്ല ഞാൻ ഇനിയും ചെയ്യുമെന്ന് അഹങ്കാരത്തോടു കൂടി പറയുകയാണ് അങ്ങനെയുള്ള ഒരുതൻ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവനെ വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ടീമുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യോ? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ കളയുന്നത്? സീരിയൽ പോലും ഒരാൾ പോലും കാണാൻ പാടില്ല, ഈ ജിഷിൻ എന്നൊക്കെ പറയുന്നവൻ്റെ ഒന്നും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവൻ്റെ ഒന്നും സീരിയലും കാണരുത്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നാടൻ പണിക്കും പോയിട്ട് ജീവിക്കട്ടെ, അതാണ് വേണ്ടത് അവിടുന്ന്. അല്ലാതെ ഇവൻ്റെയൊക്കെ സീരിയലിൽ നമ്മൾ കണ്ടിട്ടാണ് ഇവനൊക്കെ ഇത്രയും അഹങ്കാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്നവൻ ഇനിയിപ്പോഴും കൊലക്കുറ്റത്തിന് അകത്ത് കിടക്കാം. നല്ല പ്രായത്തിൽ തന്നെ അവൻ ഇനിയിപ്പോൾ ജയിലിൽ പോകാം. ഏതായാലും അവൻ്റെ അഹങ്കാരം ഇതോടുകൂടിയിട്ട് അവസാനിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവൻ ജീവിതത്തിൽ, ഇവിടെ കുറേ ആൾക്കാർ പറയുന്നൊരു വാക്കുണ്ട്, ക്രിസ്മസ് ആയതുകൊണ്ട് 2 അടിച്ചതില്ലേ, ക്രിസ്മസിന് എല്ലാവരും അടിക്കത്തില്ലേ? എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടേത്. അതായത് ഈ അടിക്കുന്നവൻ അടിച്ചുകൊള്ളുക, അവൻ ബോധമില്ലാത്ത അവൻ പിന്നീട് പലരുടെയും ജീവിതത്തിന്, അതായത് ജീവൻ തന്നെ കളഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് ക്രിസ്മസിന് അടിക്കാത്ത ആൾക്കാരുണ്ടോ? ക്രിസ്മസിന് എല്ലാവരും അടിക്കുന്നതല്ലേ എന്നുള്ള അർത്ഥത്തിൽ. എന്തുമാത്രം വൃത്തികെട്ട മനസ്സാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ മാത്രമല്ല, ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് മിനിമം 2 കോടി രൂപയെങ്കിലും കൊടുക്കാനുള്ള സംഭവം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് ഇവൻ്റെയൊക്കെ സ്വത്തുക്കളോ ഇതെല്ലാം ജപ്തി ചെയ്തതിന് ശേഷം ആ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടത്. ഇപ്പം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേരിൽ വീടിനെ കൈ ജപ്തി ചെയ്യണം. അവരൊക്കെ പോയിട്ട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കിടക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു പിശാചിന് ജന്മം കൊടുത്ത അവരും ഇതിൽ പെട്ടു. അവരും നികൃഷ്ടജീവികൾ തന്നെയാണ്. ഇവനെ പോലെയുള്ള ഒരു പിശാചിനെ വളർത്തിയിട്ട് വെളിയിലേക്ക് വിട്ടിരിക്കുകയാണ് മനുഷ്യന്മാർക്ക് ശല്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവൻ്റെ തന്തിയും തള്ളിയും എന്ന് പറയുന്ന ആ സാധനങ്ങളുണ്ടല്ലോ, അവരും ശരിക്കും പറഞ്ഞ് ഇതിൽ കുറ്റക്കാർ തന്നെയാണ്. ഒരു കാരണവശാലും അവരെ ന്യായീകരിക്കാൻ കഴിയില്ല. അതായത് ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് പൂട്ടേണ്ടതിന് പകരം ഇവനൊക്കെ ചെലവും കൊടുത്തിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവൻ്റെ പുറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത നീക്കം എന്ന് പറയുന്നത്. ഇനിയിപ്പോഴും നാളെ വന്നിട്ട് ഇനിയിപ്പോൾ ആശാൻ എന്താ ലൈവ് ഇടുക, ആര് നമ്മുടെ ജിഷിൻ എന്ന് പറയുന്നവൻ എന്താ ലൈവ് ഇടുക, ചിലപ്പോൾ ഇനിയിപ്പോൾ പറയുന്നത് ഇതായിരിക്കും, അതായത് ഇവൻ അന്ന് ആ വഴി വന്നിട്ടില്ല എന്ന് വരെ പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവന് പുല്ല് വില പോലും ഇവന്മാർ കൊടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇവന്മാരുടെ പുച്ഛമാണ്. ഇവന്മാർ സീരിയൽ താരങ്ങൾ എന്ന് പറഞ്ഞ അഹങ്കാരത്തോടു കൂടി നടക്കുന്നു. എന്തൊരു വേട്ടാവളിയന്മാരാണ് ഇവർ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളം സീരിയലിൽ ഇതുപോലെ മലിനമാക്കുന്ന കുറേ ടീമുകളുണ്ട്. അതായത് കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളിൻ്റെ പുറകെയും, കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവിൻ്റെ പുറകെയും, കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ പുറകെയുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സീരിയൽ മേഖലയിൽ നടക്കുന്ന എന്നവരുടെ ഈ ജീവൻ ഒടുക്കലുകൾ, എത്രയെത്ര ജീവിതങ്ങളാണ് അവിടെ തകർന്നടിഞ്ഞത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ചില ടീമുകളുടെ കാമപ്പിരാന്ത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മലയാള സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറേ ടീമുകൾ, കഞ്ചാവിനും കള്ളിനും പെണ്ണിനും അടിമയായ കുറേ ടീമുകൾ. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.